ശ്രീ സേനാപതി വേണു ബി ജെ പിയുടെ കേന്ദ്ര മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും UDF-ന്റെ MP-മാരും ഒക്കെ ഈ കേന്ദ്ര സർക്കാർ സമീപനത്തെ തിരുത്താൻ വേണ്ടി ശക്തമായി ഇടപെടുമോ? BJP-യുടെ കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, UDF MP-മാരുടെ കാര്യം അല്ല, തീർച്ചയായും ഇടപെടുമല്ലോ. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് തന്നെ പ്രതിഷേധ ശബ്ദവുമായിട്ട് UDF-ന്റെ MP-മാരെല്ലാവരും രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യായ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞൊരു കാര്യങ്ങൾ അദ്ദേഹത്തോട് BJP-യുടെ പ്രതിനിധി ആയതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഇക്കണോമിസ്റ്റ് അല്ല, പക്ഷേ എന്താ പറഞ്ഞേ, ഒരു ഇക്കണോമിക്സ് പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ അറിയാനുള്ള കൗതുകത്തോടു കൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. സാറേ, ഇന്നലെ നിങ്ങൾ പുറത്തുവിട്ട ഇക്കണോമിക്സ് സർവേ, ആ സർവേയിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് 6.5 ആണ് നമ്മുടെ GDP, എന്താ പറഞ്ഞ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ച 6.5 എന്നാണ്. നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് നമ്മൾ $5 ട്രില്യൺ സമ്പദ്ഘടനയിലേക്ക് പോകുന്ന രാഷ്ട്രത്തെ കുറിച്ചാണ്. നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഇപ്പോ ലോകത്തിലെ 3ാമത്തെ വലിയ ശക്തിയും 2047 ആകുമ്പോഴേക്കും ലോകത്തിലെ 1ാമത്തെ ശക്തിയുമാകും എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്. അങ്ങനെ പറയുന്ന നിങ്ങൾ 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം അവതരിപ്പിച്ച ബജറ്റിൽ കഴിഞ്ഞ കൊല്ലത്തെ സാമ്പത്തിക വളർച്ച ഇറ്റ് വാസ് 8.2, അതിൽ നിന്ന് 6.5ലേക്ക് താഴുകയല്ലാതെ ഉയർന്നിട്ടില്ല. ഞാനപ്പോ എന്റെ 1ാമത്തെ ചോദ്യം, 10 കൊല്ലത്തെ നിങ്ങളുടെ ഭരണത്തിന്റെ വികസന നേട്ടം, കാരണം നിങ്ങളുടെ ഗവൺമെന്റ് ആദ്യമായിട്ട് വരുന്നതല്ല, ഇത് 10 കൊല്ലത്തിന് ശേഷം 11ാമത്തെ കൊല്ലം. നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് 2047 വികസിത ഭാരതത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ വഴിയാണ് തുറന്നിരിക്കുന്നത്. അതാണല്ലോ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. ആ വഴി തുറന്നിരിക്കുന്ന നിങ്ങൾ അവതരിപ്പിച്ച ബജറ്റ് കഴിഞ്ഞ കൊല്ലത്തെക്കാളും നമ്മുടെ GDP-യിൽ കുറവുണ്ടായിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അത് അതിന്റെ ഇപ്പൊ അങ്ങ് കണക്കുകളെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്ത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ആമുഖമായി അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വഴിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എങ്കിൽ 2047 നിങ്ങൾ ഉദ്ദേശിച്ചിടത്തൊന്നും എത്തത്തില്ല. ഞാൻ അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ സെൻട്രൽ സ്ട്രാറ്റജിക്കൽ ഓർഗനൈസേഷന്റെ ഒരു കണക്ക് അടുത്ത ദിവസം പുറത്തു വന്നിരുന്നു. അവർ പുറത്തുവിട്ട ഒരു കണക്കിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 82.9% തൊഴിലില്ലായ്മയുടെ നിരക്ക് എന്നുള്ള. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ബഹുമാന്യായ മന്ത്രി അദ്ദേഹം ഭംഗ്യന്തരാണ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ അത് ജയചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ്. റെയിൽവേയിൽ മാത്രമായി അങ്ങറിയണം 3.5 ലക്ഷം ആളുകളുടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നു. ഇപ്പൊ ബാലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറീസയില് 1200 ആളുകളാണ് ട്രെയിനുകൾ 4 കൂട്ടിയിടിച്ച് അപകടത്തിൽ മരണപ്പെട്ടത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലോക്കോ പൈലറ്റുമാരുടെ എണ്ണത്തിൽ കുറവ്. എത്രയാ കുറവ്? 16,000 എണ്ണമാണ് കുറയുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആകെമാനമായിട്ട് സാറേ 10-12 ലക്ഷത്തോളം വേക്കൻസികൾ നിൽക്കുന്നു. വിവിധ സേനകൾ, ഇന്ത്യയിലെ ഏറ്റവും അധികം റെയിൽവേ കഴിഞ്ഞാൽ തൊഴിൽ കൊടുക്കുന്ന സംരംഭമാണ് ഇന്ത്യയിലെ സേനകൾ. അത് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സുകളാണെങ്കിലും അവിടെയൊക്കെ ഇപ്പൊ റിക്രൂട്ട്മെന്റിൽ ഇല്ല. റിക്രൂട്ട്മെന്റിന് പകരമായിട്ട് അഗ്നിവീർ, ഞാൻ അഗ്നിവീറിന്റെ ന്യായങ്ങളിലേക്കല്ല പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കാനായി നിങ്ങൾ ക്രിയാത്മകമായി നിങ്ങൾ അവിടെ തൊഴിലവസരം സൃഷ്ടിക്കും, ഇവിടെ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ ഞങ്ങളോട് 10 കൊല്ലം മുമ്പ് പറഞ്ഞത് പ്രതിവർഷം 2 കോടി വെച്ച്, അങ്ങനെയാണെങ്കിൽ പൈറ്റിലുണ്ട് 20 കോടിയുടെ കണക്കങ്ങ് ഞങ്ങളോട് പറയണമല്ലോ. അതൊന്നും വന്നിട്ടില്ല. വന്നിരിക്കുന്നത് 7 ലക്ഷമോ 8 ലക്ഷമോ ആളുകളുടെയാണ് കണക്ക്. ഇനി 2 ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അടുത്ത കാലത്ത് വന്ന ഒരു സർവേയിൽ പുറത്തു വന്നിരിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നത് നാഷണൽ സാമ്പിൾ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്ന കണക്കെന്നാണ് തോന്നുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് തെറ്റെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ. 63 ലക്ഷം, 1-2 63 ലക്ഷം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഈ കോവിഡിന് ശേഷം നിന്നുപോയി സാർ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്? അങ്ങ് ഇവിടെ ഈ ബജറ്റിന്റെ മേന്മകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ ബജറ്റ് ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ അറിയേണ്ടത്, നാഷണൽ സാമ്പിൾ സർവേയിൽ വന്നത് 1% ആളുകൾ ഇന്ത്യയുടെ
1% ആളുകൾ ഇന്ത്യയുടെ സമ്പത്തിന്റെ 20% അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നു. അപ്പൊ ബാക്കി 99% ആളുകളുടെ കയ്യിലേക്കാണ് ഈ 80% സ്വത്തുക്കൾ വരുന്നത്. അങ്ങ് അറിയണം, 10 കൊല്ലത്തെ BJP-യുടെ ഭരണത്തിന് ശേഷം ഈ രാജ്യത്ത് സാധാരണക്കാരന്റെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 20 രൂപയിൽ എത്തി നിൽക്കുകയാണ്. രാജ്യത്ത് വലിയ പ്രതിസന്ധി പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ നിൽക്കുന്നു സാർ. അതിനെ അഡ്രസ് ചെയ്യാതെ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം പറയാതെ, നിങ്ങൾ ഈ ഉപരിതലത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ബജറ്റിലെ ഈ മാന്ത്രികതയുണ്ട് ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഇവിടെ അടുത്ത പ്രശ്നം ഇന്ത്യയിലെ കാർഷിക മേഖലയാണ്. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കാറുള്ള ഒന്നുണ്ട്. നമുക്കറിയാം, നമ്മള് വിദേശ രാജ്യങ്ങളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ വിദേശ രാജ്യങ്ങൾ എങ്ങനെയാ ഡെവലപ്മെന്റ് കൺട്രീസ് ആയത്? അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ കാർഷിക രാഷ്ട്രങ്ങളായിരുന്നു. അവർ കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്ക് മാറി. അപ്പോ പ്രൈമറി സെക്ടറായ കാർഷിക മേഖല, സെക്കൻഡറി സെക്ടറായ വ്യവസായ മേഖല, ടേർഷറി സെക്ടറായ സർവീസ് സെക്ടർ. നമ്മുടെ സർവീസ് സെക്ടർ സ്ട്രോങ് ആണ്. നമുക്ക് IT ഫീൽഡും മറ്റിതര ഫീൽഡുകളിലുള്ള നമ്മുടെ സർവീസ് സെക്ടർ സ്ട്രോങ് ആണ്. പക്ഷേ കാർഷിക മേഖല തകർന്നപ്പോ നമുക്ക് സെക്കൻഡറി മേഖലയില്ല, വ്യാവസായിക മേഖലകളിലേക്ക് കടന്നു കയറാൻ നമുക്ക് പറ്റുന്നില്ല. പുതിയ വ്യവസായങ്ങളും കാർഷിക മേഖലയ്ക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ആണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഒരു 9 മേഖലയൊക്കെ പറഞ്ഞു വന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം.